500 രൂപയുണ്ട്. എന്നെ ഒന്ന് ജയിപ്പിച്ച് വിടാമോ? ഉത്തരക്കടലാസിനുള്ളിൽ 500 രൂപ തിരികെ വെച്ച 10ാം ക്ലാസ്സുകാരന്റെ അഭ്യർത്ഥനയാണിത് കേട്ടോ. തോറ്റാൽ എന്നെ വീട്ടുകാർ കോളേജിലേക്ക് വിടില്ല, സാർ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചവരുണ്ട്. കർണാടകയിലാണ് 10ാം ക്ലാസ് ഉത്തരക്കടലാസിനുള്ളിൽ നോട്ടുകളും അപേക്ഷകളും കണ്ട് അധ്യാപകർ അമ്പരന്നത്. കെ.ബി. ശ്രീധരൻ ചേരുന്നുണ്ട് തത്സമയം. ശ്രീധരൻ, ഇതിപ്പോ പല ഉത്തരക്കടലാസിലും ഇങ്ങനെ എഴുതി വെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, എന്നെ ഒന്ന് ജയിപ്പിച്ച് വിടണേ സാറേ എന്ന്. ഇപ്പൊ 500 രൂപ വെച്ച് അധ്യാപകനെ പോലും കൈക്കൂലി കൊടുത്തങ്ങ് വരുതിയിലാക്കാൻ ശ്രമിക്കുകയാണ്. എവിടുന്നാണ് ഈ വിദ്യാർത്ഥിക്ക് പണം കിട്ടിയത്? ഇവരുടെയൊക്കെ വീട്ടിൽ അറിയിച്ചോ ഈ സംഭവം? ഇത് 10ാം ക്ലാസ്സിലെ കുട്ടികളാണ് ഇങ്ങനെയുള്ള ഒരു ബിരുദന്മാർ എന്നൊക്കെ പറയുന്നത്. ബെൽഗാം ഏരിയയിൽ ബെലഗാവി ഭാഗത്ത് നിന്ന് പരീക്ഷ എഴുതിയ കുട്ടികളാണ് ഇങ്ങനെ ഉത്തരക്കടലാസിൽ പൈസയൊക്കെ തിരികെ അധ്യാപകരെ സ്വാധീനിക്കാനൊക്കെ ശ്രമിച്ചത്. ഏതായാലും ഇതിൽ വളരെ രസകരമായിട്ടുള്ള നിരവധി വാചകങ്ങളും അവർ എഴുതിയിട്ടുണ്ട്. അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എങ്ങാനും തോറ്റുപോയാൽ പിന്നെ വീട്ടിൽ വല്ലാത്ത പ്രശ്നമായിരിക്കും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം സാറേ എന്ന് അപേക്ഷകളാണ് നിരവധി ഉള്ളത്. അതോടൊപ്പം തന്നെ ഞാൻ അങ്ങയോട്, അതായത് ഈ പരീക്ഷാ പേപ്പർ നോക്കുന്ന ആളോട്, അധ്യാപകനോട് എന്നും കടപ്പെട്ടവനായിരിക്കും തുടങ്ങി നിരവധി വാചകങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പലപ്പോഴും നമ്മൾ ഈ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ താൻ പാതി ദൈവം പാതി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതിൽ ദൈവം പാതിയോട് പ്രാർത്ഥിച്ച് അപ്പുറത്ത് താൻ പാതി ഇല്ലാത്ത ഒരുപാട് ആളുകളാണ്, ഒരുപാട് കുട്ടികളാണ് ഇങ്ങനെ കൈക്കൂലിയൊക്കെ വെച്ചുകൊണ്ട് പരീക്ഷ എഴുതാനൊക്കെ പരീക്ഷ പാസ്സാവാനൊക്കെ ശ്രമിക്കുന്നത്. ഞാനിത് ഇവിടെയുള്ള ഒരു കുട്ടിയോട് ഇക്കാര്യം ചോദിച്ചു, ഇത് ഇങ്ങനെയൊക്കെ പതിവുണ്ടോ? അപ്പോൾ അവർ പറയുന്നത് കർണാടകയിലെ എല്ലാ കുട്ടികളും, അതായത് എല്ലാ കുട്ടികളും എന്നല്ല, ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പരീക്ഷാ പേപ്പറിൽ, പ്രത്യേകിച്ച് ഈ പൊതുപരീക്ഷകളിൽ ഇങ്ങനെ എഴുതി വെക്കാറുണ്ട്. ചിലരൊക്കെ ഇങ്ങനെ പണം വെക്കാറുണ്ട്. എവിടുന്നാണ് ഇവർക്ക് ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പണം കിട്ടുന്നതെന്നൊക്കെ വീട്ടിലറിയാതെയാണോ ഇങ്ങനെ അവർ എടുക്കുന്നതെന്നൊക്കെയാണ് നമ്മൾ ഇനി അറിയേണ്ടത്. ഏതായാലും ഇത് സംബന്ധിച്ച് അധ്യാപകർ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. ഏതായാലും ഇക്കാര്യത്തിൽ കുട്ടികളെ ഗുണദോഷിക്കാനുള്ള ഒരു ശ്രമം തന്നെ സ്കൂൾ തലത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത്.